വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡയറീസ് വിത്ത് തന്മയ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വെറൈറ്റി വീഡിയോ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൈ അരങ്ങേറ്റം ആൽബം ടൂർ. അരങ്ങേറ്റം ആൽബം ടൂർ എന്നാണ് ഇത് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അരങ്ങേറ്റത്തിന്, അതായത് ബാക്ക് 4 years ബാക്ക് നമ്മള് എൻ്റെ അരങ്ങേറ്റായിരുന്നു. അതായത് 20th March 2021 ഞാൻ സെക്കൻഡിൽ പഠിക്കുമ്പം ആ ടൈമിൽ എൻ്റെ അരങ്ങേറ്റായിരുന്നു. അന്ന് നമുക്ക് ഈ ഒരു ആൽബം ഉണ്ടാക്കായിരുന്നു. അപ്പൊ ഇതിന്റെ ആൽബം അതിന് നമ്മൾ സ്റ്റുഡിയോക്കാരോട്, അവിടെ ഞങ്ങളുടെ ഡാൻസാർ ഒരു സ്റ്റുഡിയോക്കാർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൽബം ഒക്കെ നമുക്ക് സെറ്റാക്കി തരും. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോക്കാരോട് പറഞ്ഞിട്ടായിരുന്നു ആൽബം വേണമെന്ന്. ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ 2-3-4 പേരൊക്കെ ഈ ആൽബം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആൽബം ഒക്കെ എടുത്തിട്ടുണ്ട്. അന്ന് ഞാനും ആൽബം എടുത്തു. അപ്പൊ ആ 2-3-4 പേരിൽ ഞാൻ ഒരാളായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആൽബം എടുത്തു. അപ്പൊ ആ ആൽബം ഞാൻ വെറുതെ കാണിച്ചിരുന്ന് ഓർത്തിട്ടാണ്. സോ അപ്പം എൻ്റെ അരങ്ങേറ്റത്തിന്റെ വീഡിയോ ലൈവ് ഉണ്ടായിരുന്നു എൻ്റെ അരങ്ങേറ്റത്തിന്. അപ്പൊ അതിന്റെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം, പറ്റുവാണെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മള് ഫസ്റ്റ് ഇതെടുക്കാട്ടോ. ഇത് എടുത്തിട്ട് കുറച്ച് നാൾ ആയിട്ടുണ്ട്. സോ എനിവേയ്സ്, അപ്പൊ ഗൈസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വെറുതെ എടുത്ത് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഞാൻ എന്തായാലും ബെഡിലാണ് ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് ഇരുന്നോട്ടെ ഇതൊക്കെ ഓർത്തിട്ട്. അപ്പം ഇതാണ് ഇതിന്റെ കവർ. എന്താണ് കവർ? അപ്പം ഇതാക്കണ്ടോ, സ്റ്റാർലൈൻ സ്റ്റുഡിയോ. ഞാൻ മിറർ മോഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് കാണുമെന്നറിയില്ല, സെൽഫ് ക്യാമിലാണ് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, സ്റ്റാർലൈൻ സ്റ്റുഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് ബ്രാഞ്ച് വരുന്നത് കുറവലങ്ങാടും കൂത്താട്ടുകുളത്തുമാണ് ഇവരുടെ ബ്രാഞ്ച് വരുന്നത്. അപ്പം നമുക്ക് തുറക്കട്ടെ. ഇതെടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് പൂപ്പനി മുമ്പായാലും അതായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. തെളിച്ചപ്പോ തന്നെ ഞാൻ എൻ്റെ മോന്തെയാണ് കണ്ടത്. സോ ഗൈസ്, ഇതാണ് എൻ്റെ ആൽബം. ഇത്ര വലുതാട്ടോ. അപ്പം ഇതെല്ലാം ഇത് ബാക്ക് സൈഡാണ്. എൻ്റെ ഫ്രണ്ട് സൈഡ് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതാണ് ഇതിൻ്റെ. സൂം ആക്കണം, സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ എടുത്തോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇച്ചിരി കുഞ്ഞിരിക്കണം എങ്കിലേ എന്നെ കാണും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൽബത്തിൻ്റെ ഫസ്റ്റ് ഫോട്ടോ വന്നേക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ ഇതിൻ്റെ പേര് എന്താണ്, ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ശ്രീ ഗണേശ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്നായിരുന്നു അന്ന് ഞാൻ പഠിച്ച ഡാൻസ് ക്ലാസ്സിൻ്റെ പേര്. ഇപ്പം ഞങ്ങൾ ഡാൻസ് ക്ലാസ് ഞാൻ മാറി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേരെന്ന് പറയുന്നത് ആദിത്യ നാട്യകലാക്ഷേത്രം എന്നാണ്. അപ്പം അത് ഞാൻ പഠിക്കുന്നത് കുറുപ്പന്തറ തന്നെയാണ്. നമ്മുടെ ഇവിടെ അടുത്താണ്, കുറുപ്പന്തറ കവലയിലാണ് പഠിക്കുന്നത്. സോ അപ്പം ഓക്കെ, ഇവിടെ ഇതാ എഴുതിയിട്ടുണ്ട് അരങ്ങേറ്റം 21 20 ഞാൻ ഡേറ്റ് തന്നെ മറന്നുപോയി. 20-3-2021 തന്മയ സന്തോഷം എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പേജ് കാണാം. ഒന്നുമില്ല. ഫസ്റ്റ് അതാ ഇതാണ് ഫസ്റ്റ് പേജ്. ഇതിനകത്ത് നമ്മുടെ സെയിം റൈറ്റിങ്സ് ആണ്. ഫോട്ടോ ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അയ്യോ, റിംഗ് ലൈറ്റിന്റെ ഫ്ലാഷ് അടിക്കുന്നു ഈ സീനകത്തോട്ട്. കണ്ടോ, ഫോട്ടോ വേറെയാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചത് കാണിക്കാം, അല്ലെങ്കിൽ ആ റിംഗ് ലൈറ്റിന്റെ ഇത് വരും. ഞാൻ പറയുന്ന കേൾക്കാലോ അല്ലേ. ഓക്കെ, അപ്പൊ ഫോട്ടോ ഇതാണ് ഫസ്റ്റത്തെ. അന്ന് എനിക്ക് ഇങ്ങനെ പോസ് ഒന്നും ഇടാൻ അറിയില്ല. അപ്പം എന്നോട് ആ ചേട്ടൻ പോസ് ഇടാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ എന്തൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്നൊരു ചേച്ചിയാണ് പോസൊക്കെ കാണിച്ചത്. അടുത്ത പേജില് എന്താണ്, ഞാൻ ഇങ്ങനെ അടുത്ത പേജ് ഇങ്ങനെയൊക്കെ തിന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ പോസുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാ ഇങ്ങനെ, ഇതിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഇതാ ഇങ്ങനെ നിൽക്കുന്നതാണ്, കണ്ടോ. പിന്നെ ഇതിവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് അന്ന് രാവിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ സാറിന് ദക്ഷിണ വയ്ക്കുക, മേക്കപ്പാമാർക്ക് ദക്ഷിണ വയ്ക്കുക. അതായത് ഞങ്ങളുടെ അരങ്ങേറ്റം രാത്രി 7 മണിക്ക് സംതിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുക, 6:30 സംതിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ എല്ലാവർക്കും 20 പേരുണ്ടായിരുന്നു. അപ്പം 2 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാവർക്കും ആ ഒരു ടൈം ആകുമ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിയുള്ളൂ. ഇങ്ങനെ ഇരിക്കാം. ആ ഒരു ടൈം എല്ലാവർക്കും ആ ടൈം ആകുമ്പോൾ മേക്കപ്പ് ചെയ്ത് കഴിയുള്ളൂ.
അപ്പം ആ ഒരു ടൈം എന്ന് വെച്ചാൽ രാവിലെ ഒരു 9 മണി കഴിയുമ്പോൾ ഞങ്ങളുടെ അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി എല്ലാവരും കൂടെ ഡാൻസ് ക്ലാസ്സിൽ. ഇതായിരുന്നു ഞങ്ങളുടെ യൂണിഫോം. വന്നിട്ട് ഒരു ബ്ലാക്ക് ആണ്, പിന്നെ റെഡ് ഷോൾ, റെഡ് ലെഗിനാണ്. അവർ യൂണിഫോം ഇട്ടിട്ടാണ് എല്ലാവരോടും വരാൻ പറഞ്ഞത്. നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം സാറിന് നമ്മുടെ ഷർട്ടൊക്കെ കൊടുക്കുക, അങ്ങനെ ചടങ്ങുണ്ടല്ലോ. അതേപോലെ സാറിന് ദക്ഷിണ വയ്ക്കുക, മേക്കപ്പ്മാർക്ക് ദക്ഷിണ വയ്ക്കുക, അതേപോലെ നമ്മുടെ മ്യൂസിക് ടീം അല്ലല്ലോ, അതിന് ഓർക്കസ്ട്ര ടീമിന് ദക്ഷിണ വയ്ക്കുക. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അതേപോലെ മേക്കപ്പ് ചെയ്യാൻ തന്നെ കുറേ ടൈം എടുക്കുമല്ലോ. സോ അപ്പം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പം ഇവിടെ എൻ്റെ ചിലങ്ക കേട്ടോ, ഇത് എൻ്റെ ചിലങ്കയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. എൻ്റെ ആണോ നോക്കട്ടെ, എൻ്റെ ആണോ? അല്ല ഗൈസ്, എൻ്റെ അല്ല, സോറി, എൻ്റെ ചിലങ്കയല്ല. സോ ഇത് വന്നിട്ട് ഫസ്റ്റ് ഫോട്ടോ വന്നിട്ട് ഇതാ ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് ഞാൻ 2 പഠിച്ചപ്പം ഉള്ള ഞാനാണിത്. അപ്പം ഈ 2 പഠിച്ചപ്പോൾ ഉള്ള ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ? ഓക്കെ. അപ്പം ഇവിടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട്. ഫാമിലി ഫോട്ടോ എന്ന് വെച്ചാൽ അന്നും സനിയമ്മ സന്തോഷമില്ലായിരുന്നു. മെയിൻലി അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് ചെയ്തത്. അപ്പം അതിന് പൈസ മുടക്കിയത് നമ്മൾ തന്നെയാണ് ആ ഒരു ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ലൈവ് എടുത്തതല്ല, സനിയമ്മയ്ക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് എടുത്തത് തന്നെ. പക്ഷെ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി. നമ്മൾ പൈസ മുടക്കി എടുത്ത ലൈവ് കേട്ടോ അത്. അപ്പം ഇത് ഞങ്ങളുടെ രാവിലെ ഫാമിലി ആയിട്ടാണല്ലോ നമ്മൾ പോവുക. അപ്പം രാവിലെ എടുത്ത ഫോട്ടോയാണ്. സരിതാമ്മ, മധുവച്ചൻ, അമ്മച്ചി ഈ സാരി തന്നെ. പിന്നെ നമ്മുടെ സ്വന്തം മുത്തേച്ചി. ഇതാണ് നമ്മുടെ മുത്തേച്ചി. മുത്തേച്ചി നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരിക കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ. അവനായിട്ട് കുറച്ച് വീഡിയോ എടുത്തായിരുന്നു. ഞാൻ കുറച്ച് നാളായി അവനായിട്ട് വീഡിയോ എടുത്തെന്നൊക്കെ പറയാൻ വരികയായിരുന്നു. കുറച്ചും കൂടെ അകത്തേക്ക് എൻ്റെ തല കാണുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് അടുത്തത് വീണ്ടും ഒരു എല്ലാത്തിനകത്തും ഞാനില്ലാത്തൊരു ഫോട്ടോ പോലും ഇല്ല തോന്നുന്നു. അപ്പം ഇതിനകത്ത് 4 ഫോട്ടോയാണ് വരുന്നത്. ഇതൊന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സിബ്ലിങ്സ്, പിന്നെ ഞങ്ങൾ പാരൻസ് ആൻഡ് നിങ്ങൾക്കൊക്കെ പറയുന്നത്. ഓക്കെ, സരിതാമ്മ, മധുവച്ചൻ, മണിക്കുട്ടൻ, ഞാൻ. പിന്നെ അടിയിൽ അമ്മച്ചി, മണിക്കുട്ടൻ, ഞാൻ. പിന്നെ മണിക്കുട്ടൻ, ഞാൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ സാറിന് ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഈ ഒരു ബ്രൗൺ ഈ ഒരു സംഭവം കാണുന്നില്ലേ, അത് ഷർട്ടാണ്. ഷർട്ട് കവറിലാക്കിയായിരുന്നു വെച്ചിരുന്നത്. ഇതുണ്ട്, ഇത് അമ്മച്ചി ഇത് പിടിച്ചോണ്ട് നിൽക്കുന്നതാണ്. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. കണ്ടോ, ഈ ഒരു കവർ ഉണ്ടോ? അപ്പം ഇതിനകത്താണ് നമ്മുടെ ഇത് വന്നിട്ട്. പിന്നെ ഞാനും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. റിംഗ് ലൈറ്റിൻ്റെ ഇത് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാറിൻ്റെ ഫോട്ടോ. ഞാൻ ശരിക്കും നന്നായിട്ട് കാണിച്ചു തരാം. ഇത് ഇപ്പോഴത്തെ സാറിൽ ഇപ്പം ഞാൻ പഠിക്കുന്ന ടീച്ചറിൻ്റെ അടുത്താണ്, RNV സ്നേഹ നമ്പ്യാർ. ഓക്കെ, അപ്പം ഇതാണ് ഞങ്ങളുടെ ഫുൾ സംഘം. കണ്ടോ, ഞങ്ങൾ 20 പേരാണ്. ഈ റിംഗ് ലൈറ്റിൻ്റെ ഫ്ലാഷ് എനിക്ക് ദേഷ്യം വരുന്നു. ഓഫാക്കിയാൽ നല്ലതായിട്ട് ലൈറ്റ് പോകും, പക്ഷെ നമുക്ക് ഓണാക്കാം. ഓക്കെ, അപ്പം ഞങ്ങളുടെ സാർ ഇവിടെ ഒന്ന് വിളക്ക് കത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോ അത്യാവശ്യം നല്ല ലോങ് ആയിരിക്കും, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോ വരുന്ന ഇതാണ് ഞങ്ങളുടെ സാറ്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ സാറ്. പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ടോ ഗൈസ്? ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നില്ല ഇനി, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് മധുവച്ചൻ, സരിതാമ്മ, മുത്തേച്ചി, ഞങ്ങൾ ഫാമിലി ഫുള്ള്. ഞാൻ മറ്റേ സംഭവം പിടിച്ചോണ്ട് നിൽക്കുന്നതാണ്. ഇതാണ് കേട്ടോ സാറ്. ഇത് നമ്മൾ പാരൻസുമായിട്ട് വേണം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കൂടെ സരിതാമ്മയും മധുവച്ചനാണ് വന്നിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ട്. അന്ന് എനിക്ക് കുറച്ചും കൂടെ വണ്ണം ഉണ്ടായിരുന്നു എന്നൊരു സംശയം. ഇതുണ്ട്, ഇത് ഫുള്ള് ദക്ഷിണ കൊടുക്കുന്ന സംഭവം. ഓക്കെ, ഇത് വന്നിട്ട് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൽ ഏറ്റവും ആദ്യം പഠിപ്പിച്ചത് ഈ ചേച്ചിയാണ്, അമ്മു ചേച്ചി. അപ്പം ഈ ചേച്ചിക്ക് എന്തോ പഠിക്കുന്നതിന് സ്റ്റഡീസിൻ്റെ കാര്യമായിട്ട് ചേച്ചി പോയതാണ്. അപ്പം അങ്ങനെയാണ് ഈ സാറ് വന്നത്. അപ്പം ഞങ്ങളുടെ അരങ്ങേറ്റത്തിന് വേണ്ടി ചേച്ചി വന്നതാണ്. അപ്പം ചേച്ചിക്കും ദക്ഷിണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിക്ക് വേണ്ടിയിട്ട്
ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുൾ ടീം എല്ലാവരും കൂടെ കൂടിയിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇത് ഫസ്റ്റ് വീക്കാണല്ലോ. ഓക്കെ, അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തു. അതേപോലെ ഇത് നമ്മൾ പാരൻസിനും ദക്ഷിണ വയ്ക്കണം. അപ്പം ഞാൻ മധുവച്ചനും ദക്ഷിണ വയ്ക്കുന്നുണ്ട്, അമ്മച്ചിക്ക് ദക്ഷിണ വയ്ക്കുന്നുണ്ട്, എല്ലാവർക്കും ദക്ഷിണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം. ഇപ്പുറത്തെ പേജിൽ വരുമ്പോൾ അടുത്ത ആൾക്കാരുടെ കാണാം. ഓക്കെ, എന്താ മുത്തേച്ചിക്ക് ദക്ഷിണ വെച്ചിട്ടുണ്ട്, അവളുടെ കാലിൽ വീണതുണ്ട്. പിന്നെ ഇത് ആരോ വന്നിട്ട് നമുക്ക് മൊമെൻറ്റോ ട്രോഫി വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിക്കാം, ലാസ്റ്റ് കാണിക്കാം കേട്ടോ. എൻ്റെ ഇറങ്ങിയടുത്ത് കിട്ടിയ ട്രോഫിയൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് മാമാർ, അവർക്കൊക്കെ ഇതാ ദക്ഷിണ വയ്ക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഉണ്ട്. ഓക്കെ, ഇതാ എല്ലാവർക്കും ദക്ഷിണ വയ്ക്കുന്നുണ്ട്. ഇത് സാറിന് നമ്മൾ ആദ്യം കൊടുത്തത് ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ സാറിന് ദക്ഷിണ കൊടുക്കുന്നത്, ഇതാണ് ശരിക്കും ദക്ഷിണ കൊടുക്കുന്നത്. ഇത് അങ്ങനെ ഓരോരുത്തർക്ക്, ഇതാണ് 4 മേക്കപ്പ് മാമാരുണ്ടായിരുന്നു, എന്നെ ഒരുക്കിയത് 2 പേരാണ്, അവരുടെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് ലൈറ്റ് കുറവുണ്ടാവും, അത് ഞാൻ പറയാൻ പറഞ്ഞേ, കാരണം ഞാനിത് രാത്രി 8:15 ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു കണ്ടന്റാണ്. അപ്പം ഞാൻ ഓർത്ത് വെറുതെ നിങ്ങളെ കാണിക്കാലോ, ഷൂട്ട് ചെയ്തിടാലോ, ഇത് അങ്ങനെ ആൾക്കാർ അധികം ഇടാത്ത കണ്ടന്റ് അല്ലേ എന്നോർത്തിട്ടാണ്. അപ്പോൾ അതാ ഇവിടെ സാറിന് ദക്ഷിണ വയ്ക്കുന്നുണ്ട്. അത് മുത്തേച്ചിയാണ് എൻ്റെ കൂടെ അന്ന് വന്നത്. അപ്പോൾ ഗൈസ് മുത്തേച്ചി ഓക്കെ, മുത്തേച്ചി ഇത്ര കുറേ നാൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 മാർച്ച് 15 അവൾ പോയത്. ജോലിക്ക് പോയതാട്ടല്ലോ, വേറെ പോയതല്ല. ഓക്കെ ഗൈസ്, ദിസ് ഈസ് അവർ ഫുൾ സംഘം ആൻഡ് പാരൻസ്. ഇവിടെ അമ്മച്ചി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. അമ്മച്ചി ഉണ്ട്, അത് എൻ്റെ കൂട്ടത്തിൽ വന്നതായിട്ട് നമ്മുടെ സ്വന്തം അമ്മച്ചി, നമ്മുടെ സ്വന്തം സരിതാമ്മ, നമ്മുടെ സ്വന്തം മധുവച്ചൻ, പിന്നെ നമ്മുടെ സ്വന്തമായ ഞാൻ, നമ്മുടെ അല്ല നിങ്ങളുടെ. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ വെറുതെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. പക്ഷേ എന്നെ കാണാൻ കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഈ ലുക്ക് അന്ന് എന്നെ മുത്തേച്ചാണ് ഒരുക്കിക്കൊണ്ടിരുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അന്ന് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പം തോന്നി നല്ല രസമുണ്ട് കാണാൻ, ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുൾ സംഘം വിത്ത് ദെയർ പാരൻസ്. കണ്ടോ, നടുക്ക് ഞങ്ങളുടെ സാറുണ്ട്, കണ്ടോ, ഈ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ കാണാം ഞങ്ങളുടെ സാറിനെ. ഓക്കെ, ഓ ഗൈസ്, ഇനി വരാൻ പോകുന്ന ഫോട്ടോ കുറച്ച് എനിക്ക് ഇച്ചിരി ഇമോഷണൽ ആയിട്ടുള്ള, നമുക്ക് അന്ന് ആ ഫീലിംഗ് മനസ്സിലാകത്തില്ല, പക്ഷേ കുറച്ച് വലുതായി ഈ ഒരു സ്റ്റാൻഡേർഡിലൊക്കെ എത്തുമ്പോഴേ അതിൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ ആ ഫോട്ടോയുടെ. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഫുൾ സംഘം വിത്ത് സാർ. അതേപോലെ ഇത് കണ്ടോ, ഇത് മുത്തേച്ചിയും സരിതാമ്മയും ഞങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ പോയ സമയത്ത് അവരുന്ന് ദക്ഷിണ ഊണ് കഴിക്കുന്നതാണ്. അന്ന് ഊണുണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആൻഡ് ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്വന്തം മേക്കപ്പ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ മോന്ത ഊർത്തിരിക്കുന്നുണ്ട്, കാരണം എനിക്ക് നല്ല കയ്യിലുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഇച്ചിരി മുമ്പ് ഫോട്ടോ കണ്ടില്ലേ, എനിക്ക് ഒട്ടും മുടിയില്ല, എങ്ങനെ മുടി വെക്കാനാണ്, നല്ല കഷ്ടപ്പാടായിരുന്നു. സരിതാമ്മ അവിടെ നിന്ന് ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ സമയം വലിയ ധാരണയൊന്നുമില്ല, ഇതെങ്ങനെയാണ് എന്താണ് സംഭവം എന്നൊന്നും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്ന് നോക്കിക്കണ്ട് ഇപ്പം പിന്നെ നമുക്കെല്ലാം മനസ്സിലായി, എങ്ങനെയാണ് ഒരു ഡാൻസിന് പോകുമ്പോൾ ചെയ്യേണ്ടത്, എങ്ങനെ പാക്ക് ചെയ്യണം, അങ്ങനെ എല്ലാ സംഭവം ഇപ്പം എനിക്കറിയാം. അതേപോലെ സരിതാമ്മയ്ക്കും അറിയാം, മുത്തേശ്ശിക്കും അറിയാം. മുത്തേശ്ശിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, കാരണം അവളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൈസ്, അടുത്ത് വരുന്ന ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണ്. കാരണം എനിക്ക് 2ാം ക്ലാസ്സിലാണ്, അപ്പോൾ 7 വയസ്സുള്ളപ്പം ഈ ഫോട്ടോയുടെ ഒരു ഫീലിംഗ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു 10-11 വയസ്സായപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫോട്ടോയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായത്. സോ അപ്പം ഇത് സനീമയെ സന്തോഷം നിൽക്കുന്ന ഉടനെ എന്നെ എഡിറ്റ് ചെയ്ത് വെച്ചാട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഫോട്ടോ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ എങ്ങോട്ടോ നോക്കി നിൽക്കുന്നുണ്ട്. അന്ന് ആക്ച്വലി ഞാൻ പിടിക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, പക്ഷെ പിടിച്ചു വന്നപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട്. അന്ന് നമുക്കങ്ങനെ അധികം ഒന്നും അറിയില്ലായിരുന്നു, എങ്ങനെ അരങ്ങേറിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അരങ്ങേറത്തിന് വീഡിയോ ഉണ്ടോ നിങ്ങൾ ചിരിച്ചാവും. പക്ഷെ ഞാനിപ്പോൾ കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ, എന്ത് ചെയ്യാനാ. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു പോസ് ഇട്ട് നിൽക്കുന്നുണ്ട്.
കണ്ടു. അന്നൊക്കെ ഞാൻ വെറുതെ എനിക്കിങ്ങനെ നിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ. അപ്പം എന്നോട് ആ ചേട്ടൻ പോസ് പറഞ്ഞെങ്കിലും ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ നിന്നാണ്. എനിക്ക് അവിടെ നിന്നൊരു ചേച്ചിയാണ് ഈ പോസൊക്കെ പറഞ്ഞത്. ഓക്കെ. അടുത്തത് ഒരു ഗണപതിയുടെ നടുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു പാർവതിയുടെ പോസ് ഇട്ട് നിൽക്കുന്നുണ്ട്, കൃഷ്ണന്റെ പോസ് ഇട്ട്, പ്ലസ് ഒരു ഗണപതി, റിയൽ ഗണപതിയുടെ നമ്മൾ നടുക്കും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടാലേ ഭംഗിയുണ്ടാവും. അടുത്ത ഫോട്ടോ ഇട്ട് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റേജിൽ കളിക്കുന്നത്. ഇതിന് ഞാൻ പറഞ്ഞിട്ടെ ഗൈസ്, ഇതെന്റെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ്, എവറിത്തിങ്. ഓക്കെ, കോസ്റ്റ്യൂം ഗൈസ്. ഇതിനകത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ സ്റ്റേജിൽ കളിക്കുന്നതാണ്. പിന്നെ ഫുള്ള് ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, എങ്ങനെയൊക്കെ ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ. അപ്പം ഇതാണ് ഈ ഒരു എല്ലാ പേജും. അങ്ങനെ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ഒരു ഫോട്ടോ. അടുത്തത് അങ്ങനെ കുറേ ഉണ്ട് ഡാൻസിൻ്റെ. ഇത് എത്ര ഉണ്ട്? കുറേ ഉണ്ട്. ഇല്ലാത്ത കൂടുതലും ഞാനുള്ളതേ ഉള്ളൂ, അത് വേറെ കാര്യം. അതാ ഇത് കുറേ, ഇത് അല്ല കുറേ ഉണ്ടെന്നില്ല. ഇത് നമ്മൾ കുറേ പോസിൽ നിന്നത്. അന്ന് നമുക്ക് അങ്ങനെ പോസിലിങ്ങനെ സ്റ്റൈലിൽ അങ്ങനെ കണ്ണൊക്കെ നോക്കാനൊന്നും എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയായിരുന്നു കയറിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം. പിന്നെ എൻ്റെ സിംഗിൾ അല്ല ഇത് കുറച്ചേച്ച് ഓരോ ആൾക്കാർ സിംഗിളായിട്ട് കളിക്കുന്നതായിരുന്നേ. അപ്പം അങ്ങനെ അത് കാണാമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇത് ഇവിടെ എൻ്റെ സിംഗിളിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഞങ്ങൾ ഡാൻസ് കളിക്കുന്ന നോക്കാം. അതാ ഇതുണ്ടോ, ഇതായിരുന്നു ഞങ്ങൾ ഇതിങ്ങനെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് പോസിൽ നിൽക്കുന്നത് കണ്ടോ. ഇത് സിംഗിളിൻ്റെ കുറച്ച് പോർഷൻ നമ്മൾ 1 മിനിറ്റ്, ഞാൻ പറയാം, അത് 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് 6-7 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓരോരുത്തർ ഓരോ പാർട്ട് കളിക്കും. എൻ്റെ അടുത്ത ആൾ ഇങ്ങനെ വെൽക്കം ചെയ്യും. ഞാൻ ഇപ്പോഴും ഐറ്റം നന്നായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ പേരെന്നാ, സുമനസ വന്ദിതയോ? അത് തന്നെ. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കിട്ടും. സുമനസ വന്ദിത എന്നാണ് ഐറ്റത്തിൻ്റെ പേര്. അടിച്ചു കൊടുത്താൽ കിട്ടും. ഇങ്ങനെയുള്ള ആൾക്കാർ എന്നിട്ട് ഇങ്ങനെ വെൽക്കം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ കളിക്കുന്ന ഫോട്ടോ. സിംഗിളല്ല, എങ്ങനെയോ എന്താ കളിക്കുന്ന ഫോട്ടോ. ഇത് നമ്മളെ സ്റ്റേജിൽ കളിക്കുന്നത്. ഈ കണ്ട വോയിസ് ഞാൻ മാത്രം ഇങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പച്ച ആയതുകൊണ്ട് തന്നെ അത് രാത്രിയും കൂടെ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ട്. കണ്ടോ, ഈ പച്ച ഇങ്ങനെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ആ ഒരു ഡാൻസ് കളിച്ചവരെല്ലാവരും. ക്ലിയർ ആയിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഞാൻ മാത്രം കണ്ടോ ഇങ്ങനെയൊക്കെ നിക്കണത്. എനിക്ക് എങ്ങനെയൊന്നും നിൽക്കുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ ലാസ്റ്റ് പേജിലോട്ട് എത്താറായിട്ടുണ്ട്. 3-4-5 പേജും കൂടെ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഡാൻസ് കളിക്കുന്ന കേട്ടോ. ഇതായിരുന്നു ആ ഒരു ഡാൻസ് കേട്ടോ. കണ്ടു. വീണ്ടും ഇത് വേറൊരു ഡാൻസ് കഴിഞ്ഞ് പോസ് ചെയ്ത് നിൽക്കുന്നതാണ്. വല്ല ഡാൻസിന്റെ പോസ് ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. പോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം അല്ലാതെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. രണ്ട് പോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. മനസ്സിലാവാനൊന്നുമില്ല, ഇത് ഞാൻ കാണിച്ച പോസൊന്നും അങ്ങനെ ഇല്ല. എല്ലാത്തിനകത്തും നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അത് പോസ് നല്ല കുറവാണ്. പക്ഷെ ഒരു പോസ് ഉണ്ട് ഗൈസ്, എനിക്ക് ആ പോസ് ഭയങ്കര ഇഷ്ടമാണ്. പോസ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. പക്ഷെ അത് കാണുന്നില്ല. അത് ഇതിനകത്തോ ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഇതിനകത്താണോ. എനിവേയ്സ് ഗൈസ്, ഇതായിരുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ പേര് നവിത എന്നാണ്. ഞാൻ ഇവളും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് തന്നെ 2-3 വർഷമായി. ഇവളാ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചക്കീന്നാണ് വിളിക്കുക. ഞാനല്ല എല്ലാവരും. ഇത് പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്നു. അതാ വയസ്സ് നമ്മുടെ ലാസ്റ്റ് പേജ് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം.
ഓക്കെ. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊമെന്റോ കൊടുക്കുന്ന ആ ഒരു ഇതായിരുന്നു. അപ്പൊ ആ മൊമെന്റോയും പിന്നെ ആദ്യം കാണിച്ച കുഞ്ഞൊരു ട്രോഫിയില്ലേ അതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിനുശേഷം ഇതായിരുന്നു നമ്മുടെ ഓർക്കസ്ട്ര. നല്ല വെയിറ്റ് ഉണ്ട്. ഓർക്കസ്ട്ര ടീം ഞാൻ ഓർക്കുന്നുണ്ട് ഇവരൊക്കെ. ഇത് ഈ മാം വന്നിട്ട് മ്യൂസിക്, ആൻഡ് ഈ സാറ് വന്നിട്ട് നട്ടുവാങ്കം, ഈ സാറ് വന്നിട്ട് മൃദംഗം, ആൻഡ് ഈ സാറ് വന്നിട്ട് വയലിൻ, ആൻഡ് ഇത് ഞാൻ കുട്ടി ഞാൻ. ഇത് വന്നിട്ട് ഡാൻസർ. ഓക്കെ, ഇത് അന്ന് നമ്മുടെ ഇത് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫോട്ടോ എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കണേന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അന്ന് പക്ഷെ എനിക്ക് അങ്ങനെ ടയേർഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഏകദേശം 10 ഐറ്റത്തോളം ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എണ്ണി നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്ന് വിചാരിച്ചത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞു. എന്നെ കൊണ്ട് പുഷ്പാഞ്ജലി എന്ന് പറയുന്നൊരു ഐറ്റം, ഭരതനാട്യം പഠിക്കുന്നവർക്കറിയാം പുഷ്പാഞ്ജലി എന്താണ്. അപ്പോൾ പുഷ്പാഞ്ജലി നമ്മുടെ അരങ്ങേറ്റത്തിന് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഐറ്റം എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കരച്ചിൽ. പക്ഷെ പിറ്റേ ദിവസം ഞാനത് എങ്ങനെയൊക്കെ പഠിച്ചെടുത്തു, എനിക്കറിയില്ല. അന്ന് നമുക്ക് ഈ ഡാൻസിനോട് അങ്ങനെ ഒരു ഒരു ഇതുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ 5ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ഡാൻസ്, ഓക്കെ ഇങ്ങനെയാണ് ഡാൻസ്, ഇതാണ് ഡാൻസ്, ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം 6ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ എൻ്റെ ജീവനായി. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ. അന്നൊക്കെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഡാൻസ് ആ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഓക്കെ, പക്ഷെ ഡാൻസ് കളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാൻസിനോടൊപ്പം നിങ്ങളുടെ പഠിത്തവും കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എനിക്ക് എല്ലാത്തിനും അത്യാവശ്യം നല്ല ഭയങ്കര എല്ലാത്തിനും 10 80 25 അങ്ങനെയൊന്നും പറയുന്നില്ല. എന്തായാലും നല്ല മാർക്കുണ്ട്. എൻ്റെ പാരൻസ് പറയുന്ന പോലെ ഞാൻ മാർക്ക് മേടിക്കുന്നുണ്ട്. അവർ ആ സംഭവത്തിൽ പ്രൗഡുമാണ്. ഓക്കെ, ഞാനിതൊക്കെ ഇപ്പം ഇതിന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സോ ഈ വീഡിയോ നല്ല ലോങ് ആയല്ലോ. കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സാറും ഞാനും കൂടി നിൽക്കുന്നത്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ഉദയമ്മയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. നമ്മുടെ സൗദി വ്ളോഗൊക്കെ കണ്ടവർക്ക് ഉദയമ്മേനെ നന്നായിട്ടറിയാം. അപ്പം ഉദയമ്മ, അതേപോലെ ഇതാണ് നമ്മുടെ വലിയച്ഛൻ, അതായത് ഇതെൻ്റെ അച്ഛനമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ്. സോ പിന്നെ ഇത് ഞങ്ങളുടെ ചെറുതിലെ ഫോട്ടോ ആണ്. അന്ന് അവരെൻ്റെ അരങ്ങേറ്റത്തിന് വന്നായിരുന്നു. പക്ഷേ അവരുമായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ ഫോട്ടോ ചെറുതിലെടുത്തത് വെച്ചത്. അതാണെന്ന് തോന്നുന്നു. ഞാൻ അന്നത്തെ കാര്യം ഓർക്കുന്നില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫൈനലി ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഫോട്ടോ. ശരി, അകത്ത് വെച്ചേക്കാം. ഓക്കെ, സോ അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഫോട്ടോ. ഇതും കൂടെ കഴിഞ്ഞൊന്നുമില്ല, തീർന്നു ഗൈസ്. സോ അപ്പം ഇതാണ് എൻ്റെ ഡാൻസ് ആൽബം. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല മൊമെന്റോ കാണിച്ചു തരാമെന്ന്, ഞാനത് എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് തന്നത്. ഇവിടെ എൻ്റെ പേര്, അതേപോലെ ഭരതനാട്യം അരങ്ങേറ്റം, തീയതി, ശ്രീ ഗണേശ സ്കൂൾ ഓഫ്, നമ്പർ എഴുതിയിട്ടുണ്ട് ഗൈസ്, ശ്രീ ഗണേശ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്, കുറുബന്ത്ര, അങ്ങനെയാണ് എഴുതിയത്. പിന്നെ മൊബൈൽ നമ്പറാണ്. സോ അതേപോലെ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ. ഇവിടെ ഭരതനാട്യം അരങ്ങേറ്റം, തന്മയ സന്തോഷ്, ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അപ്പോൾ ഗൈസ് ഈ ക്ഷേത്രം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കലോത്സവം പ്രാക്ടീസ് ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ വേറെ എന്തെങ്കിലും കൊടുക്കണ്ടോ? ഇല്ല. അപ്പം അതൊക്കെയാണ് നമ്മുടെ അരങ്ങേറ്റത്തിന് കിട്ടിയ സംഭവങ്ങൾ. അതേപോലെ നിങ്ങൾക്ക് ഏതൊക്കെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ, അതേപോലെ അരങ്ങേറ്റത്തിന് ചെയ്യുന്ന മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ, അതേപോലെ എല്ലാം ഇഷ്ടപ്പെട്ടോ, ആൽബം ഇഷ്ടപ്പെട്ടോ, എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെയാണ്. സോ ഗൈസ്, എന്താ പറയുക, അപ്പം ഇപ്പം സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. അപ്പം എന്താണ്, ഞാൻ ഡിന്നറും കഴിച്ചിട്ടില്ലായിരുന്നു. നമുക്കിനി ഡിന്നർ കഴിക്കണം. സോ
ഈ സോ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ ഗൈസ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പറയുന്നത് സോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഗൈസ് എന്താ പറയാ, ഇത് തന്നെയാണ് പ്രശ്നം. അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വരുന്നൊരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പ്രോഗ്രാം കിട്ടുന്നുണ്ട്. ഏപ്രിലാണ്. നമ്മുടെ വേലശ്ശേരി അമ്പലത്തിലാണ്. വേലശ്ശേരി അമ്പലം എവിടെയാണ് എനിക്കറിയില്ല, സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. വേലശ്ശേരി അമ്പലമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. വേലശ്ശേരി ടെമ്പിൾ ഇൻ കോട്ടയം എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ഏപ്രിലിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സ് കാണാം, അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടാവും. അപ്പം ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് 2 മണി തൊട്ട് 4 മണി സംതിങ് അത്ര വരെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഏകദേശം 30 minutes ഒക്കെ ആയി. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ലോങ് ആവുന്ന അത്ര ലോങ് ആവട്ടെ, കുഴപ്പമില്ല. നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പം ഇത് ഞാൻ വെറുതെ ആണ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. ചുമ്മാ ഒരു ഷോയ്ക്കാണ്. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത ക്യാൻവാസ് പെയിൻറ്റിങ് ആണ്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇത് അങ്ങനെ കുറേ സാധനങ്ങൾ, സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ട്. അതേപോലെ ഇതെന്നെ ക്രിസ്മസ് ഫ്രണ്ട് തന്ന ഓറഞ്ച് ഡോൾ. ക്രിസ്മസ് ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ചെയ്യുന്നു എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട്. ഓക്കെ, അപ്പം അതാ നമ്മൾ ഇന്നാൾ പറഞ്ഞ അന്ന, അതെ ഗൈസ്, അവളായിരുന്നു. അപ്പോൾ ഇവിടെ അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് തരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു അരങ്ങേറ്റം ആൽബം ടൂർ വീഡിയോ. അപ്പം ഇതിനിങ്ങനെ ഞാൻ തന്നെ പേരിട്ട വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് എന്തൊരു പേരിത് വിചാരിക്കരുത്. സോ ഗൈസ്, ഇത്ര ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.